യമൻ തീരത്ത് ഇന്ത്യൻ കപ്പൽ മുങ്ങി. കടൽപാതയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ കേന്ദ്രത്തിന് കടുത്ത ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. യമൻ തീരത്ത് ഇന്ത്യൻ കപ്പൽ മുങ്ങിയ സംഭവത്തിന് പിന്നാലെ തന്നെ കടൽപാതയിലെ സുരക്ഷയെക്കുറിച്ച് ശക്തമായ ആശങ്ക ഉയരുന്നു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമായ അവിടെ ഉയർന്ന മുൻഗണന നൽകുന്നതായി തന്നെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. സംഘർഷഭരിതമായ പശ്ചിമേഷ്യൻ മേഖലയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്കും നാവികർക്കും സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്ര ഉറപ്പാക്കണമെന്ന ആവശ്യവും ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. യമൻ തീരത്ത് ഇന്ത്യൻ കപ്പൽ അപകടത്തിൽപ്പെട്ടതോടെയാണ് അവിടെ സമുദ്ര സുരക്ഷ വീണ്ടും പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നത്. കപ്പലിലുണ്ടായിരുന്ന നാവികരുടെ സുരക്ഷയും രക്ഷാപ്രവർത്തനവും സംബന്ധിച്ചുകൊണ്ട് വിവരങ്ങൾക്കായി തന്നെ ഇന്ത്യൻ അധികൃതർ ബന്ധപ്പെട്ട സംവിധാനങ്ങളുമായി തന്നെ ഏകോപനം തുടരുകയാണ്. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിൽ ചെങ്കടലും സമീപ സമുദ്രപാതകളും ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ കപ്പൽ കൂടി അപകടത്തിൽപ്പെട്ടത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ നിലപാട് ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. സംഘർഷങ്ങളുടെ പേരിൽ സാധാരണ വാണിജ്യ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷ അപകടത്തിലാക്കരുത്. ലോകത്തിലെ പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നാണ് ഈ മേഖല. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ചരക്കു നീക്കത്തിന് നിർണായകമായ കടൽപാതകളിലൂടെ തന്നെ നിരവധി കപ്പലുകളാണ് ദിവസേന തന്നെ സഞ്ചരിക്കുന്നത്. മേഖലയിൽ സുരക്ഷാ ഭീഷണി വർദ്ധിച്ചാൽ ചരക്ക് ഗതാഗതത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും അത് നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ അവിടെ കടൽ സുരക്ഷിതവും തടസ്സമല്ലാത്തതുമായ സഞ്ചാര അവകാശം ഉറപ്പാക്കണമെന്ന ശക്തമായ സന്ദേശം ഇന്ത്യ നൽകുന്നത്. നാവികരുടെ സുരക്ഷ ഒരു രാജ്യത്തിന്റെ മാത്രം വിഷയമല്ല എന്നും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതുണ്ട് എന്നതുമുള്ള നിലപാടാണ് ഇന്ത്യ ആവർത്തിക്കുന്നത്. യമൻ തീരത്തെ സംഭവത്തിന് പിന്നാലെ തന്നെ സാഹചര്യം എന്താണ് എന്നും അത്തരത്തിൽ കപ്പൽ അപകടത്തിൽപ്പെടാനുള്ള യഥാർത്ഥ കാരണം എന്താണ്, നാവികരുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കുമെന്ന് ഒരു പിടി ചോദ്യങ്ങളടക്കമാണ് ഉയരുന്നത്. ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട വാർത്ത മാത്രമല്ല ഇത്. പശ്ചിമേഷ്യയിലെ സംഘർഷം കടൽ വ്യാപാര പാതകളിലേക്കും ഇന്ത്യൻ നാവികരുടെ സുരക്ഷയിലേക്കും എത്തുന്നുവെന്ന മുന്നറിയിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. യമൻ തീരത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ഇനി അന്താരാഷ്ട്ര തലത്തിൽ സുരക്ഷിതമായ സമുദ്രപാത ഉറപ്പാക്കാനുള്ള നടപടികളാണ് നിർണായകമായി തന്നെ യമൻ തീരത്തെ ഇന്ത്യൻ കപ്പൽ ദുരന്തമായി ഇവിടെ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പുതിയ പ്രതിഫലനം കടലിലും ഉണ്ടാകും. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇന്ത്യ ഇവിടെ നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.